അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കൾ, ആദ്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരിക. മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല കരുണ അല്ലെങ്കിൽ കാരുണ്യബോധമുള്ള ഒരു സന്ദേശം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ പറഞ്ഞതല്ല നയമെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലുണ്ടോ? മുഹമ്മദ് നബി 1000 ആളുകളെ കൊന്നാലും അത് തെറ്റില്ല എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ല. ഇത്തരം പ്രചരണങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ താഴെ നൽകുന്നു. ഇസ്ലാമിലെ യുദ്ധനീതിയും നിയമങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് നടന്ന യുദ്ധങ്ങൾ പ്രതിരോധത്തിനു വേണ്ടിയുള്ളതായിരുന്നു. ഒരാളെ അന്യായമായി കൊല്ലുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് ഖുർആൻ അധ്യായം 5 സൂക്തം 32 പഠിപ്പിക്കുന്നത്. 2. ഇതൊക്കെ ഒരു ജൂതന്റെ സൃഷ്ടിയാണ് പറയുന്നതെന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നബിയുടെ നിലപാട് യുദ്ധക്കളത്തിൽ പോലും പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും ഉപദ്രവിക്കരുത്. സന്യാസിമാരെയും ആരാധനാലയങ്ങളെയും ആക്രമിക്കരുത്. കൃഷിയിടങ്ങൾ എന്താ പറഞ്ഞ സന്യാസിമാരെയും ആരാധകളെയും ആക്രമിക്കരുത് എന്ന് മനസ്സിലാക്കുക. നശിപ്പിക്കരുത്. മരങ്ങൾ മുറിക്കരുത്. യുദ്ധത്തടവുകാരോട് കരുണ കാണിക്കണം. 3. മക്ക വിജയത്തിലെ മാതൃക. മക്ക കീഴടക്കിയ സമയത്ത് തന്നെയും അനുയായികളെയും വർഷങ്ങളോളം പീഡിപ്പിച്ച ശത്രുക്കൾ തന്റെ മുന്നിൽ തടവുകാരായി നിന്നിട്ടും അദ്ദേഹം അവരോട് പ്രതികാരം ചെയ്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് പൊതുമാപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അല്ലാതെ കൂട്ടക്കൊല നടത്തുകയല്ല ചെയ്തത്. 4. തെറ്റായ പ്രചരണങ്ങൾ. ചിലർ ചരിത്ര സംഭവങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തോ അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിലോ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളിലോ 1000 പേരെ കൊന്നാലും തെറ്റില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശവുമില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ബാലുശ്ശേരിനെ പോലുള്ള ഉസ്താദുമാര് വന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ചോദിക്കുക. അതിനുള്ള മറുപടിയുണ്ട്. ബാലുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള മതപ്രഭാഷകർ ചില പ്രസംഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പലപ്പോഴും വിവാദമാകാറുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മുകളിൽ പറഞ്ഞതുപോലെ 1000 പേരെ കൊല്ലുന്നത് തെറ്റല്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മതപരമായ ചില വിശ്വാസങ്ങളെയും നിയമങ്ങളെയും ജൂറിസ്പ്രൂഡൻസ് വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ചർച്ചയാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. വിശ്വാസപരമായ കാഴ്ചപ്പാട്. പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പ്രതിനിധികളാണെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവകൽപ്പന പ്രകാരമാണെന്നുമാണ് ഇസ്ലാമിക വിശ്വാസം. അതിനാൽ അതായത് ഈ പൊട്ടരൊക്കെ വന്നിട്ട് ഈ പൊട്ടൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ നല്ല വിശ്വാസങ്ങൾ അങ്ങ് പറഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും തെറ്റില്ല എന്ന് പറയട്ടെ, അല്ലെങ്കിൽ അതിന് കൂടുതൽ ആകർഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിലൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട്, ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഈ ഇസ്ലാമിനും ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ ഭവിഷ്യത്വം വരുന്നുള്ളത് ഈ പൊട്ടനൊന്നും അറിയുന്നില്ല. എന്തായാലും കേൾക്കാം. പ്രവൃത്തികൾ അത് യുദ്ധമായാലും ശിക്ഷാവിധിയായാലും നീതിയുക്തമായിരിക്കും എന്ന അർത്ഥത്തിലാണ് ഇത്തരം പ്രഭാഷകർ സംസാരിക്കാറുള്ളത്. പ്രവാചകൻ ഒരു കാര്യം ചെയ്താൽ അത് തെറ്റാകില്ല എന്ന വിശ്വാസപരമായ പോയിന്റാണ് അദ്ദേഹം ഊന്നി ഉദ്ദേശിക്കുന്നത്. 2. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഗ്രന്ഥം ബാലുശ്ശേരി ഉസ്താദ് ഉദ്ധരിക്കാറുള്ളത് തുഹ്ഫത്തുൽ മുഹ്താജ് പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ വരികളാണ്. അതിൽ മുഹമ്മദ് നബി ഒരാളെ കൊന്നാൽ അത് അന്യായമാകില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. എന്നാൽ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ കോണ്ടെക്സ്റ്റ് പറയുന്നതാണ്. അതായത് പ്രവാചകന് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന അറിവുകൾ വഹി ഉള്ളതിനാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യവും നീതിരഹിതമാകില്ല എന്ന വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ആരെയും കൊന്ന. പക്ഷേ ഈ പൊട്ടനൊക്കെ ഈ ലോകത്ത്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പൊട്ടനൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ അറിയാലോ, ഇവരെയൊക്കെ എണ്ണയെ തൂക്കിക്കൊണ്ടുപോകും. തള്ളാൻ അനുവാദമുണ്ടെന്നല്ല. 3. പ്രസംഗശൈലിയും വ്യാഖ്യാനവും. CP സലിം ബാലുശ്ശേരിയെ പോലെയുള്ളവർ കുറച്ചുകൂടി കടുപ്പമേറിയ ഭാഷ ഉപയോഗിക്കുന്നവരാണ്. ഇത് പലപ്പോഴും സാധാരണക്കാർക്കോ ഇതര മതസ്ഥർക്കോ തെറ്റായ സന്ദേശം നൽകാൻ കാരണമാകാറുണ്ട്. സന്ദർഭത്തിൽ നിന്നുള്ള മാറ്റം. ഒരു പണ്ഡിത സദസ്സിൽ പറയേണ്ട ആഴത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ വലിയ വിശദീകരണമില്ലാതെ പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങൾ. യുക്തിവാദികളും മറ്റു വിമർശകരും ഇത്തരം പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കാറുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് കാരണമാകും. 4. സാമൂഹികമായ പ്രശ്നം. താങ്കളെ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാൾക്ക് അറിയാവുന്നതുപോലെ ഇത്തരം വീഡിയോകൾ വലിയ തർക്കങ്ങൾക്കും
വർഗീയ ധ്രുവീകരണത്തിനും ഇടയാക്കാറുണ്ട്. സത്യമല്ല. പ്രസംഗങ്ങൾ സമാധാനത്തിന് പകരം പ്രകോപനത്തിന് വഴിയൊരുക്കുന്നു എന്ന വിമർശനം ഇത്തരം പ്രഭാഷകർക്കെതിരെ സജീവമാണ്. ചുരുക്കത്തിൽ പ്രവാചകൻ അന്യായമായി ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസത്തെ അദ്ദേഹം എന്ത് ചെയ്താലും ശരിയാണ് പരുക്കൻ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം സത്യം പറഞ്ഞ വീഡിയോകൾ കാണുമ്പോൾ അതിന്റെ പൂർണ്ണരൂപം പരിശോധിക്കുന്നതും അത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണോ എന്ന് നോക്കുന്നതും ഉചിതമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലുശ്ശേരിനെ പോലെയുള്ള ആളുകളൊന്നും ഈ വീഡിയോയിൽ വരാതിരുന്നാൽ തന്നെ ഈ മതത്തിന് എത്രയോ മഹത്വമുണ്ട്. ഈ മതം ഒന്നും കൂടെ ഉയർന്നു വരും. ഇത് ഒരിക്കലും കേരളത്തിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെടൂല. അല്ലെങ്കിൽ ബാലുശ്ശേരിനെ പോലെ ആളുകളൊക്കെ ഒരു സംഘടനയുടെ നേതാവായി കൊണ്ടുപോയിട്ട് ഇതേ രീതിയിൽ പ്രസംഗിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ 100% കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ മതത്തിൻ്റെ കാര്യം കേരളത്തിനകത്ത് ഇവന്മാർ തീരുമാനമാക്കി വിടും. അതിനുള്ള പരിപാടിയാണ് ഇയാളെപ്പോലുള്ള ആൾക്കാരൊക്കെ മൈക്കിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കണം. ഒരു തേങ്ങയും അറിയില്ല, ചുമ്മാ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുക തന്നെ. മനസ്സിലായി? നമുക്ക് എന്തിനോടെങ്കിലൊക്കെ ഒരു വിശ്വാസം, ഒരു ആരാധന ഉണ്ടെങ്കിൽ അതങ്ങ് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്താലും തെറ്റില്ല എന്നുള്ളത് അങ്ങോട്ട് പറയുന്ന രീതിയിലാണ്. 1000 ആളെ കൊന്നാലും തെറ്റില്ല എന്ന രീതിയിൽ വന്ന് പറയാം. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ട് കേന്ദ്ര സർക്കാരും NIA ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വീഡിയോയിൽ പറയുമ്പോൾ അവരെന്താ ചിന്തിക്കുക അല്ലേ? ഒന്നാമത്തെ ലോകം മൊത്തം ഇതിൻ്റെ പേരിൽ തീവ്രവാദം നടക്കുന്നതാണ്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവർ കമൻ്റ് അടിക്കുക. പിന്നെ മറ്റുള്ള മതക്കാർ വന്ന് ഞാനിത് അങ്ങനെ പറയാമെന്ന് ശ്രമിക്കുകയാണ്, ഇങ്ങനെ വെളുപ്പിക്കാൻ, അതിൻ്റെ കമൻ്റ് ഒന്നും ആവശ്യമില്ല പ്രിയ സുഹൃത്തുക്കളെ. സത്യങ്ങൾ ഞാനത് പറഞ്ഞു തന്ന് ഇത് ഒരാളെയും മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. കാരണം ഞാൻ പോലും ഇതിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന ഒരാളാണ്. കാരണം സിനിമ കാണും, മ്യൂസിക് കേൾക്കും, ഇതുപോലെ വീഡിയോ ചെയ്യും, എൻജോയ്മെൻറ്റ് ചെയ്യും, എല്ലാ രീതിയിലും ഞാൻ ജീവിക്കുന്ന ആളാണ്. അതൊക്കെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, പല വശവും എടുത്തിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് മാത്രമേ നമ്മൾ അതിലേക്ക് നോക്കുകയുള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക.